ബഹുമാനപ്പെട്ട സലാം ബാഖവി പറഞ്ഞല്ലോ ഇവിടുന്ന്. ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കണം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികൾ എഴുതുന്നതും മറ്റതൊക്കെ കൂടും. അപ്പോൾ ദുആഉൽ മദ്ലൂമി മുസ്തജാബ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നും പറയലില്ല. ഞാൻ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ച് എന്തെങ്കിലും നിലക്കുള്ള മോശമായ പരാമർശം ഞാൻ നടത്തലില്ല. ഞാൻ സദസ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന അവൻ്റെ ഏതായാലും അവൻ എങ്ങനത്തവനാണെങ്കിലും മദ്ലൂമാണല്ലോ. അവൻ വലിയ ഔലിയൊന്നും ആവണമെന്നില്ല. അവൻ്റെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും. പിന്നെ ആയിരം ആളുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പം അവരും ദുആ ചെയ്യും, പഠിച്ച തമ്പുരാനെ ഈ മനുഷ്യനുണ്ടല്ലോ ഇന്നൽക്ക് ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പാഠം നീ നൽകണേ എന്നുള്ളത്. ആ പാഠമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് 2017 സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് സമസ്ത എന്ന് പറയുന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുന്നത്. ആ കടിഞ്ഞാൻ ഏറ്റെടുത്തിട്ട് പ്രയാണം തുടങ്ങിയിട്ട് ഇന്നലെ മംഗലാപുരത്ത് പുന്നാര ആറ്റപ്പു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സമസ്തയുടെ 100ാം വാർഷികം എന്നുള്ള ഒരു മഹാസമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു ശതാബ്ദി സന്ദേശയാത്ര, ആ സന്ദേശയാത്ര ഇന്നലെ മംഗലാപുരത്ത് അവസാനിച്ചിരിക്കുന്നു. 10,000ങ്ങൾ പങ്കെടുത്ത് വളരെ പ്രൗഢഗംഭീരമായ ഒരു ജനാവലിക്ക് മുന്നിൽ ആ സമ്മേളന യാത്ര മംഗലാപുരത്തിന്റെ മണ്ണിൽ അവസാനിപ്പിച്ചപ്പോ, അതവിടെ അവസാനിച്ചപ്പോ ആ സമ്മേളനത്തിൽ വെച്ച്, ആ സമാപന സമ്മേളനത്തിൽ വെച്ച് സയ്യിദുൽ ഉലമയുടെ വാക്കുകളാണ്. ഒരു കാര്യം പറയാനുള്ളത്, സമസ്തയെ എന്ന് പറയുന്ന മഹിതമായ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സയ്യിദുൽ ഉലമ രണ്ടുപേരെയും വേദനിപ്പിച്ചാല് പിന്നെ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. മാറി നിന്നിട്ടും കൂടെ നിന്ന് കുത്തിയവരും ഒക്കെയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്യണ്ട എന്നാണ് സയ്യിദുൽ ഉലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടോ ആരെയും അധിക്ഷേപിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, സമസ്തയെ വേദനിപ്പിച്ചവര്, സയ്യിദുൽ ഉലമയെ വേദനിപ്പിക്കുന്നവര്, സയ്യിദുൽ ഉലമയെ അധിക്ഷേപിക്കുന്നവര്, പരിഹസിക്കുന്നവര്, കളിയാക്കുന്നവര്, മാറി നിന്ന് ഇതൊക്കെ ചെയ്യുന്നവര് പലതും ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എൻ്റെ പൊന്ന് തങ്ങള് ഈ പറയുന്ന സമസ്തയുടെ നേതൃസ്ഥാനത്ത് വന്നപ്പോ, അതിനുശേഷവും അതിനു മുമ്പും ഈ സമസ്തയോടൊപ്പം അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ച അനേകായിരം ആളുകളിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സയ്യിദി, അങ്ങയോട് പറയാനുള്ളത് സമസ്തയെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. സമസ്തയെ കുറ്റപ്പെടുത്താൻ, അധിക്ഷേപിക്കാൻ, തങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. ഈ ഉമ്മത്തും നിന്നിട്ടില്ല. പക്ഷേ ആ ഉമ്മത്തിൽ പെടുന്ന ചില ആളുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ അള്ളാന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിരുന്ന് മുനാഫിക്കിന്റെ പണിയെടുത്ത ആളുകൾ അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അതിന് എല്ലാ കാലവും ഉണ്ടാവുകയും ചെയ്യും. നമുക്കതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അവരൊക്കെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സയ്യിദുൽ ഉലമ അത് ചെയ്യൂല. പക്ഷേ ഒരു ഘട്ടത്തിൽ എങ്ങാനും സയ്യിദുൽ ഉലമയുടെ വായിൽ നിന്നെങ്ങാനും യാദൃശ്ചികമായിട്ടെങ്ങാനും ഒരു ദുആ നിങ്ങൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്നുള്ളത് മാത്രം ഈ മുനാഫിക്കുകൾ ആലോചിക്കുക. എന്റെ സയ്യിദുൽ ഉലമ അങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല.
കഴിഞ്ഞ ദിവസം പോലും സയ്യിദുൽ ഉലമ പറഞ്ഞത് ഇക്കൂട്ടർക്ക് ഹിദായത്ത് നൽകണേ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് സയ്യിദുൽ ഉലമ പ്രാർത്ഥിച്ചിട്ടുള്ളത്, ദുആ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കെതിരായിട്ട് സയ്യിദുൽ ഉലമ പ്രാർത്ഥിക്കുവോ ദുആ ചെയ്യുവോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. പക്ഷേ മനുഷ്യരാണല്ലോ, യാദൃശ്ചികമായിട്ട് എങ്ങനെ മനസ്സ് വല്ലാതെ വേദനിച്ചാല്, മനസ്സിൽ വല്ലാതെ മുറിവേറ്റാല്, ആ സയ്യിദുൽ ഉലമക്ക് എങ്ങാനും മുറിവേറ്റ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ സയ്യിദുൽ ഉലമ പടച്ച തമ്പുരാനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം എന്താകും, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താകും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ഉമ്മത്ത് പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് വരുന്ന ഈ ഉമ്മത്ത് സയ്യിദുൽ ഉലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ദീർഘായുസിന് വേണ്ടി, ആയുരാരോഗ്യത്തിന് വേണ്ടി, ഹിമ്മത്തിന് വേണ്ടി, ഈ പറയുന്ന ഉമ്മത്തിന്റെ കടിഞ്ഞാൺ അത് ഭദ്രമായി പിടിച്ചു നടത്തുവാനുള്ള ആ ഒരു ഹിമ്മത്തിന് വേണ്ടി ഈ ഉമ്മത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 10 ദിവസങ്ങളായിട്ട് കേരളക്കര ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരവും കൊല്ലം, പത്തനംതിട്ടയും ഇടുക്കിയും എറണാകുളവും ആലപ്പുഴയും തൃശൂരും മലപ്പുറവും പാലക്കാടും കോഴിക്കോടും കണ്ണൂരും വയനാടും നീലഗിരിയും അങ്ങനെ വന്ന് കാസർഗോഡും കഴിഞ്ഞ് മംഗലാപുരത്ത് അവസാനിപ്പിച്ചപ്പോ എന്റെ തങ്ങളെ ഈ ഉമ്മത്ത് ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലേ? സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈകാരിക നിമിഷമാ, നമ്മുടെ നെഞ്ചിങ്ങനെ കിടന്ന് പിടക്കുകയാ. കാരണം എന്റെ തങ്ങൾ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്, അത്രമാത്രം തെറിവിളികൾ കേട്ടിട്ടുണ്ട്, അത്രമാത്രം അധിക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും പരിഹസിച്ചിട്ടുണ്ട്. ആരെയാണ് പരിഹസിക്കുന്നത്? ഒരു ഇൽമിന്റെ നിറകുടത്തെയാണ് പരിഹസിക്കുന്നത്. ആരെയാണ് പരിഹസിക്കുന്നത്? ശൈഖുനാ ശംസുൽ ഉലമ സ്ഫുടം ചെയ്തെടുത്ത എന്റെ തങ്ങളെയാണ് പരിഹസിക്കുന്നത്. ആ ശൈഖുന എന്റെ തങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയോ? എന്റെ തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാണ് ശൈഖുന ചോദിച്ചത്. ആ തങ്ങളെയാണ് പരിഹസിക്കുന്നത്. നിങ്ങളെ പരിഹസിച്ചോളൂ, എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ. പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്റെ സയ്യിദ് എങ്ങാനും നിങ്ങൾക്കെതിരെ ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഗതി എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. അത്രമാത്രമേ പറയാനുള്ളൂ. എന്റെ സയ്യിദ് അവരുടെ കയ്യിലേക്ക് ഈ ഉമ്മത്തിന്റെ കടിഞ്ഞാൺ അത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ നബ്ബറല്ലാഹു മർഖദ, ആ ശംസുൽ ഉലമ അന്ന് ബാപ്പു ഹാജിയോട് പറഞ്ഞതാണ് 2017 നടന്നത്, പ്രാവർത്തികമായത്. അപ്പോ ആ കടിഞ്ഞാണ് സയ്യിദുൽ ഉലമയുടെ കയ്യിലേക്ക് എത്തിച്ചതും ശംസുൽ ഉലമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, അല്ലേ? അതല്ലേ ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് 2017 മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ ബാപ്പു ഹാജിയോട് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്, ബാപ്പു ഹാജി എന്റെ തങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടം വരും, അന്ന് ആ തങ്ങളുടെ കൂടെ നിൽക്കണം. പ്രിയപ്പെട്ട സയ്യിദി, അങ്ങയോടൊപ്പമാണ് ഈ ഉമ്മത്ത് നിന്നിട്ടുള്ളത്, ഈ ഉമ്മത്ത് അങ്ങയോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകള് ശിരസാ വഹിച്ചവരാണ് ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് തങ്ങളെ നിങ്ങളോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട ഗുരു, വന്യ ഗുരു ശൈഖുന നിങ്ങളോട് ചോദിച്ചില്ലേ തങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന്? ഈ ഉമ്മത്ത് പറയുന്നു തങ്ങളെ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അത് തങ്ങളെ നിങ്ങൾ നിറയെ കണ്ടില്ലേ? കേരളത്തിന്റെ മണ്ണില് നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾ കണ്ണിറയെ കണ്ടില്ലേ? ഈ ഉമ്മത്ത് നിങ്ങളോടൊപ്പമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്രയൊക്കെ മുനാഫിക്കുകൾ വട്ടം കൂടിയിരുന്ന് എന്തൊക്കെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചാലും ഈ ഉമ്മത്ത് സയ്യിദി നിങ്ങളോടൊപ്പമാണ്. ഈ ഉമ്മത്ത് നിങ്ങളെ പരിഹസിച്ചിട്ടില്ല. നിങ്ങൾ വേദനിക്കരുത്. തങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. തങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ല. തങ്ങളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനെയും, എല്ലാ കാര്യത്തെയും ഈ ഉമ്മത്ത് തടയിടും.
ഈ ഉമ്മത്ത് കൂടെയുണ്ട്. ലക്ഷം കണക്കിന് വരുന്ന ഈ ഉമ്മത്ത് തങ്ങളെ നിങ്ങളോടൊപ്പമാണ്. നിങ്ങൾ വേദനിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. ശൈഖുന ശംസുൽ ഉലമയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ കടിഞ്ഞാൺ തന്നത്. ആ കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിൽ, തങ്ങളുടെ കയ്യിൽ അത് ഭദ്രമായിരിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് അന്ന് ശൈഖുന ബാപ്പു ഹാജിയോട് അങ്ങനെ പറഞ്ഞത്. ആ ബാപ്പു ഹാജിയോട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബാപ്പു ഹാജി തങ്ങളെ ഒറ്റപ്പെടുത്തരുത്, തങ്ങളുടെ കൂടെ നിൽക്കണം. അത് ബാപ്പു ഹാജിയോടാണ് പറഞ്ഞതെങ്കിലും ഈ ഉമ്മത്തിനോടാണ് ശൈഖുന പറഞ്ഞത്. ആ പറഞ്ഞത് കൃത്യതയോടുകൂടി അനുസരിച്ചവരാണ് ഈ ഉമ്മത്ത്, ശിരസാവഹിച്ചവരാണ്. തങ്ങള് ദുഃഖിക്കേണ്ട, തങ്ങള് വേദനപ്പെടേണ്ട, തങ്ങള് വിഷമിക്കേണ്ട. ഈ ഉമ്മത്ത് കൂടെയുണ്ട്. ഈ ഉമ്മത്ത് കൂടെയുണ്ട് എന്ന് മാത്രമല്ല, ഈ ഉമ്മത്ത് തങ്ങളോടൊപ്പമാണ്. തങ്ങള് വിരൽ പിടിച്ച് നടത്തണമെന്ന് ഈ ഉമ്മത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. കൂടെ നിന്ന് കുത്തുന്നവരുണ്ടാവാം, പരിഹസിക്കുന്നവരുണ്ടാവാം, മാറി നിന്ന് അധിക്ഷേപിക്കുന്നവരുണ്ടാവാം. അവരൊക്കെ അവരുടെ പണിയെടുക്കട്ടെ. അതൊന്നും ഈ മഹാപ്രസ്ഥാനത്തിന്റെയോ തങ്ങളുടെയോ രോമത്തിൽ പോർലേൽപ്പിക്കാൻ കെൽപ്പുള്ളതല്ല എന്ന് ഈ സമൂഹം, ഈ ഉമ്മത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഒന്നടങ്കം തങ്ങളുടെ വിരലിൽ തൂങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ഇപ്പൊ ഞാൻ എൻ്റെ ഈ പറയുന്ന വാക്കുകൾക്ക് താഴെ പോലും, എൻ്റെ കമന്റ് ബോക്സിൽ പോലും നിരവധിയായ ആളുകളാണ് എൻ്റെ തങ്ങൾക്ക്, എൻ്റെ സയ്യിദുൽ ഉലമക്ക് ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, ഹിമ്മത്ത് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥനകളുമായി, ദുആകളുമായി വന്നു ചേരുന്നത്. ഈ ഉമ്മത്ത് അവരുടെ ഓരോ ശ്വാസത്തിലും എൻ്റെ തങ്ങള്, എൻ്റെ സയ്യിദ്, എൻ്റെ സയ്യിദുൽ ഉലമ, എൻ്റെ ജിഫ്രി തങ്ങള് എന്ന് പറഞ്ഞ് നിരന്തരമായി പടച്ച തമ്പുരാന്റെ മുന്നിൽ കൈവേർത്തുന്നുണ്ട്. തങ്ങളെ സങ്കടപ്പെടണ്ട, തങ്ങളെ വേദനിക്കേണ്ട, തങ്ങൾ ആർക്കെതിരെയും ദുആ ചെയ്യേണ്ട. ഈ ഉമ്മത്ത് തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം മാത്രമേ തങ്ങളോട് പറയാനുള്ളൂ. ഈ ഉമ്മത്ത് തങ്ങളോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. മുനാഫിക്കുകള് റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. തങ്ങള് വേദനിക്കേണ്ട, തങ്ങൾ സന്തോഷിക്കണം. തങ്ങൾ സന്തോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉമ്മത്ത് ചെയ്തു തന്നില്ലേ? തങ്ങളുടെ കൺമുന്നിൽ 10,000 തങ്ങളെ സ്വീകരിച്ചില്ലേ? അവർ തങ്ങൾക്ക് വേണ്ടി തക്ബീർ ധ്വനികൾ മുഴക്കിയില്ലേ? തങ്ങള് പറയുന്നതാണ് ദീനെന്ന് അവര് ഒരു സംശയവും കൂടാതെ ഏറ്റെടുത്തില്ലേ? പിന്നെ എന്തിനാ തങ്ങള് വേദനിക്കുന്നത്? വേദനിക്കണ്ട. മാറി നിന്ന് കുത്തുന്ന മുനാഫിക്കുകള് അവരെ ആക്ഷേപിക്കട്ടെ, കളിയാക്കട്ടെ, തെറി വിളിക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ഈ ഉമ്മത്ത് തങ്ങളോടൊപ്പമാണ്. തങ്ങള് വേദനിക്കണ്ട, തങ്ങള് ദുഃഖിക്കേണ്ട, തങ്ങള് സങ്കടപ്പെടേണ്ട.